ഓരോ ദിവസവും പലപ്പോഴും പല ആവശ്യങ്ങൾക്കായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നവരാണ് നമ്മളൊക്കെ. വിശ്വാസിയുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാവേണ്ടതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്നത് പോലും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാക്കണമെന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയുകയുണ്ടായി. ഇന്നലെ നമ്മൾ പറഞ്ഞു, വീട്ടിൽ നിന്ന് വീട്ടുകാരോട് സലാം പറഞ്ഞിട്ട് ഇടത് കാലെടുത്ത് വെച്ചിട്ട് വേണം പുറത്തിറങ്ങാൻ. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഇടതുകാലാണോ എടുത്തു വെക്കേണ്ടത്? അതെ, ശ്രദ്ധിക്കണേ, പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ആദ്യം എടുത്തു വെക്കേണ്ടത് ഇടതുകാലാണ്. എന്തുകൊണ്ട്? നമ്മുടെ വീടുമായി ചേർത്ത് നോക്കുമ്പോൾ പുറത്തുള്ളതിനേക്കാൾ നമുക്ക് ഖൈറ് നമ്മുടെ വീടാണ്. ഹജ്ജിനാണെങ്കിലും ഉംറക്കാണെങ്കിലും വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഇടതുകാൽ എടുത്തു വെക്കണം. ഇതാണ് ഷാഫിഈ മദ്ഹബ്, അതാണ് സുന്നത്ത്. ഏതുപോലെ ഒരാൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ എടുത്തു വെക്കേണ്ടത് ഇടതുകാലാണ്. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആദ്യം എടുത്തു വെക്കേണ്ടത് ഇടതുകാലാണ്. പള്ളിയിലേക്ക് കയറുമ്പോൾ വലതുകാൽ വെച്ചാണ് കയറേണ്ടത്. എന്നതുപോലെ അവനാന്റെ വീട്ടിലേക്ക് കയറുമ്പോൾ വലതുകാൽ എടുത്തു വെക്കണം, വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഇടതുകാൽ എടുത്തു വെക്കണം. അങ്ങനെ ചൊല്ലാനുള്ള ദിക്റുകളൊക്കെ ചൊല്ലി അഭയപ്രാർത്ഥനകളൊക്കെ നടത്തി ഇടതുകാൽ വെച്ച് വീട്ടിൽ നിന്നിറങ്ങുക. വീട്ടുകാരോട് സന്തോഷത്തോടുകൂടെ മുഖപ്രസന്നതയോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് സലാം പറയുക. സലാം പറയുന്നതിന് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യം നമ്മൾ കൽപ്പിക്കണം. ആ കാര്യം നമ്മൾ ഇന്നലെ വിശദീകരിച്ചു. ഹബീബായ നബി തങ്ങൾ പ്രത്യേകമായി 7 കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഞങ്ങളോട് കൽപ്പിച്ചിരുന്നുവെന്ന് മഹാനായ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അന്നബി ഉമാറത്തൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഖാൽ, മഹാനായ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അമറനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസബ്ഇൻ, 7 കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ. ഏതൊക്കെയാണ് 7 കാര്യങ്ങൾ? ബിഇയാദത്തിൽ മരീൽ വഇത്ബാഇൽ ജനായിസ് വതശ്മീതിൽ ആതിസ് വനസ്റിൽ ലഈഫ് വഅൗനിൽ മദ്ലൂം വഇഫ്ശാഇസ് സലാം വഇബ്റാരിൽ മുഖ്സിം. 7 കാര്യത്തിൽ ഒന്ന് ബിഇയാദത്തിൽ മരീൽ, ഒന്ന് രോഗസന്ദർശനം തന്നെ. ഇന്ന് കൊറോണയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളിൽ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയാണ് രോഗസന്ദർശനമൊക്കെ വളരെ ചുരുങ്ങി, വളരെ കുറഞ്ഞു. സാധാരണഗതിയിൽ ഒരാൾക്കൊരു പനി വന്നാൽ അയാളെ കാണുമ്പോഴത്തേക്ക് മറ്റുള്ളവർക്ക് പേടിയാണ്, മറ്റുള്ളവർക്ക് ഭയാണ്. പനി വരുമ്പോൾ പനി വന്ന ആൾക്കും പേടിയാണ്. പെട്ടെന്നൊരു തീരുമാനം നമ്മൾ എടുക്കുകയാണ്, ഇത് കൊറോണയാവാം. നിങ്ങൾ ആലോചിക്കണം, ഈ കൊറോണ സ്ഥിരീകരിക്കുന്നതിന് മുമ്പ്, ഇങ്ങനെ ഒരു സംഭവം നമ്മൾ കേൾക്കുന്നതിന് മുമ്പ് പലപ്പോഴും കാലാവസ്ഥാ വ്യതിയാനമൊക്കെ ഉണ്ടാകുമ്പോൾ നാട്ടിലൊക്കെ വ്യാപകമായ പനിയുണ്ടാവാറുണ്ട്, പല തരത്തിലുള്ള വൈറൽ പനി ഉണ്ടാവാറുണ്ട്. വ്യാപകമായിരുന്നില്ലേ? ചില സന്ദർഭങ്ങളിലൊക്കെ ഹോസ്പിറ്റലിലേക്കൊന്നും അടുക്കാൻ പോലും കഴിയൂല, അതിനു മാത്രം രോഗികൾ ഉണ്ടാകും. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരാൾക്കൊരു ജലദോഷം ഉണ്ടെങ്കിൽ, ഒരു കഫക്കെട്ടുണ്ടെങ്കിൽ, ഒരു ചുമയുണ്ടെങ്കിൽ, ഒരു പനിയുണ്ടെങ്കിൽ അയാളെ തന്നെ പേടിയാണ്. എല്ലാം കൊറോണയാണെന്നൊരു വെപ്പാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടൊക്കെ ഒരുപാട് നന്മകൾ നാട് കടന്നു പോയിട്ടുണ്ട്. ഇയാദത്തുൽ മരീൽ, രോഗസന്ദർശനം എന്ന അതിപ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ടല്ലോ, അതിന്ന് വളരെ ചുരുങ്ങിപ്പോയി. ഹബീബായ നബി തങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചതാണ് ബിഇയാദത്തിൽ മരീൽ,
രോഗസന്ദർശനം, വൈസ്ബാഇൽ ജനായിസ്, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ജനാസയെ പിന്തുടരുക. വീട്ടിൽ നിന്ന് മയ്യത്ത് പള്ളിയിലേക്ക് നിസ്കാരത്തിന് കൊണ്ടുപോകുമ്പോൾ, നിസ്കരിച്ച് ഖബറടക്കാൻ കൊണ്ടുപോകുമ്പോൾ ആ മയ്യത്തിൻ്റെ പിന്നാലെ പോവുക, ആ മയ്യത്തിനെ അനുഗമിക്കുക. അത് മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ബാധ്യതയാണത് ചെയ്യാൻ ഞങ്ങളോട് ഹബീബ് നിർദ്ദേശിച്ചതാണ്. ഒരാൾ തുമ്മിയാൽ അൽഹംദുലില്ലാ എന്നയാൾ പറയണം. അങ്ങനെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്നവർ യർഹമുക്കല്ലാഹ്, നിനക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, അങ്ങനെ ഒരു റഹ്മത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തുക. അതും മുത്തുനബി ഞങ്ങളോട് പറഞ്ഞതാണ്. തുമ്മിക്കഴിഞ്ഞാൽ ഉടനെ അൽഹംദുലില്ലാ എന്ന് പറയണം. എന്തിനാണത്? നമ്മൾ ആ തുമ്മുന്ന ഘട്ടത്തിൽ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഒരു നിമിഷം പറ്റെ നിലച്ചു പോകുന്നു എന്ന് ശാസ്ത്രലോകം തെളിയിച്ചതാണ്. ഒരുപാട് കാര്യങ്ങൾ ഓരോ നിമിഷത്തിലും നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. നമ്മൾ അറിഞ്ഞും അറിയാതെയും നൂറുകണക്കിന് പ്രവർത്തനങ്ങളാണ് സഹോദര സഹോദരി നമ്മളെ ശരീരത്തിൽ നടക്കുന്നത്. എന്നാൽ ഒരാൾ തുമ്മുന്ന ഘട്ടത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും ഒരു നിമിഷം സമ്പൂർണമായി നിലക്കുകയാണ്. അത് മടക്കി തരുന്നവനാരാ? ഇലാഹായ അല്ലാഹ്, ജല്ല ജലാലായ റബ്ബാ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, അങ്ങനെ ഒരു നിഅമത്ത് രണ്ടാമത് നമുക്ക് തന്ന റബ്ബിന് നമ്മൾ നന്ദി അർപ്പിക്കണം, ഹംദർപ്പിക്കണം. അപ്പോൾ അത് കേൾക്കുന്ന ആൾ യർഹമുക്കല്ലാ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് നിനക്കുണ്ടാവട്ടെ, ആ റഹ്മത്തിന് വേണ്ടി ഒന്ന് ദുആ ചെയ്യാം. അപ്പോൾ തുമ്മിയ ആൾ പറയണം യുഹ്ദീകുമുല്ലാഹ് വയുസ്ലിഹ് ബാലക്കും. ഇതൊക്കെ വിശ്വാസികൾ തമ്മിലുള്ള ബാധ്യതയിൽപ്പെട്ടതാണ്. കുടുംബങ്ങൾക്കിടയിലും അതുണ്ടാവണം. വീട്ടിലുള്ളവർക്കിടയിൽ അങ്ങനെയുള്ള നന്മകൾ ഉണ്ടാകണം. പിന്നെയോ വനസ്രിൽ ലഈഫ്, ദുർബലരെ സഹായിക്കണം. സാമ്പത്തികമായി ശാരീരികമായി വല്ലാതെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ദുർബലർ, അവരെ നിങ്ങൾ സഹായിക്കേണ്ടതാണ്. വഔനിൽ മദ്ലൂം, ആക്രമിക്കപ്പെടുന്നവരുടെ കൂടെ നിൽക്കുക, ആക്രമിക്കപ്പെടുന്നവരെ സഹായിക്കുക. പലപ്പോഴും ഉണ്ടാകുമല്ലോ നമ്മുടെ നാട്ടിൽ അയൽവാസികൾക്കിടയിൽ, ബന്ധുക്കൾക്കിടയിൽ അകാരണമായി ആക്രമിക്കപ്പെടുന്ന ചില ആളുകളുണ്ടാകും. അവരുടെ കൂടെ നിന്ന് അവർക്ക് ശക്തി പകരണം, അവരെ സഹായിക്കണം. അവരെ ആക്രമിക്കുന്നവർക്കെതിരെ എന്തെല്ലാം നല്ല നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. അതൊക്കെ വിശ്വാസികൾ തമ്മിലുള്ള ഒരു ബാധ്യതയാണെന്ന് മുഹമ്മദ് മുസ്തഫ. പിന്നെയോ അഞ്ചാമതായി, ആറാമതായി എണ്ണുന്നത് വഇഫ്ശാഉസ്സലാം, അറിയുന്നവരോടും അറിയാത്തവരോടും അവര് വിശ്വാസിയാണെന്നറിഞ്ഞാൽ സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, സലാം പറയണം, സലാം പറയണം. അതിൻ്റെ മസ്അലകൾ ഇന്നലെ നമ്മൾ വിശദീകരിച്ചിരുന്നല്ലോ. ഒരു അന്യ പുരുഷൻ ഒരു അന്യ പെണ്ണിനോട് സലാം പറയൽ കറാഹത്താണ്. അന്യ പുരുഷൻ അന്യ പെണ്ണ് മാത്രമുള്ളപ്പോൾ ആ അന്യ പെണ്ണിനോട് സലാം പറഞ്ഞാൽ അവൾ മടക്കൽ ഹറാമാണ്. അന്യ പെണ്ണ് അന്യ പുരുഷനോട് സലാം പറയൽ ഹറാമാണ്. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പറയലും മടക്കലും ഹറാമാണ്. ആണിന്നത് കറാഹത്താണ്. അപ്പൊ ചുരുക്കത്തിൽ ശ്രദ്ധിക്കണം കേട്ടോ, ഒരു നല്ല കാര്യം ചെയ്ത് ശിക്ഷ വാങ്ങാൻ നിൽക്കരുത്. പലപ്പോഴും നമ്മൾ അങ്ങനെയൊക്കെ സലാം പറഞ്ഞു പോകും. ഒരു വിഭാഗത്തോടാണെങ്കിൽ കുഴപ്പമില്ല. ഒരു 10 പെണ്ണുങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്, കൂട്ടത്തിൽ ഏതോ ഒരാൾ അറിയാത്ത ഒരാൾ വന്ന് സലാം അലൈക്കും എന്ന് പറഞ്ഞു. ഒരു ടീമിനോട് സലാം പറയുമ്പോൾ മടക്കാവുന്നതാണ്, വിരോധമില്ല. തനിച്ച് നമ്മൾ മാത്രം വീട്ടിലുള്ളപ്പോൾ ഏതെങ്കിലും അന്യ പുരുഷൻ വന്ന് സലാം പറഞ്ഞാൽ മടക്കാൻ പാടില്ല, ഹറാമാണ്. അല്ലാഹു തആല അവന് പൊരുത്തമില്ലാത്ത എല്ലാ കാര്യങ്ങളിൽ നിന്നും അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സലാം പറയുന്നിടത്തൊക്കെ മസ്അലകളുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കണം. തീരെ ചെവി കേൾക്കാത്ത ഒരാളോടാണ് സലാം പറയുന്നതെങ്കിൽ ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ നല്ല കേൾവിയുണ്ടായിരുന്നവർ തന്നെ പിന്നീട് പല കാരണങ്ങളാൽ കേൾവി നഷ്ടപ്പെടും. ഇന്ന് മുണ്ടംപറമ്പിൽ ഒരു വീട്ടിൽ ഞാൻ സന്ദർശിച്ചിരുന്നു. ഒരു സഹോദരി മരണപ്പെട്ടു, അവരുടെ 7മായി ബന്ധപ്പെട്ടിട്ട്.
ആ സഹോദരിയുടെ ഭർത്താവ് ഒരു ചെറിയ അപകടത്തിൽപ്പെട്ടു, കണ്ണിന് തകരാറ് ബാധിച്ചു, കണ്ണിൻ്റെ നരമ്പറ്റുപോയി, അതിന് ഒരു ഓപ്പറേഷൻ ചെയ്തു. എന്നിട്ട് ആ ഒരു കാരണം കൊണ്ട് ആ സഹോദരൻ്റെ കേൾവി പറ്റ നഷ്ടപ്പെട്ടു. കേൾവിയില്ല. എന്നോട് പറയുന്നെ ചെയ്തു, കണ്ണിട്ട് ശരിയായതുമില്ല, കേൾവി പോയും ചെയ്തു. അപ്പോൾ മുമ്പ് കേൾവി ഉണ്ടായിരുന്നു, പിന്നീട് കേൾവി നഷ്ടപ്പെട്ടു പോയി. അള്ളാഹു ആ സഹോദരന് പൂർണ്ണമായ ഷിഫാ നൽകട്ടെ. അള്ളാഹു ആ സഹോദരൻ്റെ പ്രയാസങ്ങൾ പരിഹരിച്ചു കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണപ്പെട്ട സഹോദരി അള്ളാഹുരുടെ ഖബർ ജീവിതം സമ്പൂർണ്ണ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അപ്പോൾ അങ്ങനെ കേൾവിയില്ലാത്ത ആളുകളോട് സലാം പറയണ്ടേ? പറയാം. പക്ഷെ അതൊരു പറച്ചിൽ മാത്രം പോരാ, അതിനൊരു ഇഷാറത്തും കൂടെ വേണം. ഈ കേൾക്കാത്ത മനുഷ്യന് ഇയാളുടെ മുഖത്തേക്ക് നോക്കിയാൽ മനസ്സിലാവണം എന്നോട് സലാം പറഞ്ഞതാണ്. ആ രൂപത്തിൽ ഇഷാറത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് സലാം പറയുകയാണ് ചെയ്യേണ്ടത്. ചുരുക്കത്തിൽ ആ മസ്അലകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഇനി ആരും ഇല്ലാത്തൊരു വീട്ടിലേക്ക് കയറി ചെന്നാലോ? ആരും ഇല്ലാത്ത നേരത്താണ് നമ്മൾ പള്ളിയിലേക്ക്, നമ്മളാണ് ആദ്യമായിട്ട് പള്ളിയിലേക്ക് കയറി ചെല്ലുന്നത്. ഇല്ലേ, നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വീട്ടിൽ ആരുമില്ല, എന്നാലും സലാം പറയണം. എങ്ങനെയാ പറയേണ്ടത്? സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. നമ്മൾ കാണാത്ത സ്വാലിഹീങ്ങളായ ജിന്നുകൾ എവിടെയുണ്ടാകും? നമ്മൾ കാണാത്ത അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാരവിടെയുണ്ടാകും. മഹാന്മാരുടെ അർവാഹുകൾ ഉണ്ടാവാം. അതുകൊണ്ട് പറയേണ്ടത് ഇങ്ങനെയാണ്: അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. നമ്മുടെ മേൽ, സർവ്വസാലിഹീങ്ങളുടെയും മേലിലും ഇലാഹായ റബ്ബിന്റെ സലാം ഉണ്ടാവട്ടെ. അങ്ങനെ പറയൽ സുന്നത്താണെന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പരമാവധിയൊക്കെ ദീനിന്റെ നിയമങ്ങളും നിബന്ധനകളും പാലിക്കാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതാണ് വഇഫ്ശാഇസ്സലാം, സലാമിനെ വ്യാപിപ്പിക്കുക. നിനക്ക് അറിയുന്ന ആളാണെങ്കിലും അറിയാത്ത ആളാണെങ്കിലും ഒരു മുഅ്മിനാണോ, മുഅ്മിനോട് സലാം പറയുക. പിന്നെയോ ഏഴാമത്തേത് വഇബ്റാരിൽ മുഖ്സിമി. ഒരാളൊരു കാര്യം പറയുമ്പോൾ അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്ത് പറഞ്ഞാൽ പിന്നെ അതിൽ തർക്കിക്കണ്ട, നീ അതങ്ങ് വാസ്തവമാക്കി കൊടുക്ക്. അയാൾ പറയുന്നതെങ്ങാനും കളവാണെങ്കിൽ, അള്ളാനെ പിടിച്ചിട്ടും അയാൾ പറയുന്നത് കളവാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം തീർച്ചയായും അയാൾ അനുഭവിക്കേണ്ടി വരും. അതയാൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് റബ്ബിനെ പിടിച്ച് സത്യം ചെയ്താൽ പിന്നെ ആ വിഷയത്തിൽ നീ തർക്കിക്കാൻ നിൽക്കണ്ട, അത് വാസ്തവമാക്കി കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കാൻ ഞങ്ങളോട് നിർദ്ദേശിച്ചിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞതിൻ്റെ ആകത്തുക നമ്മുടെ ജീവിതത്തിൽ വലിയ അഭിവൃദ്ധിയും ബറക്കത്തും സന്തോഷവും ഉണ്ടാക്കും സലാം പറയുന്ന കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ. നിങ്ങളറിയോ, സഹാബിമാരിൽ മഹാന്മാരായ ചില സഹാബിമാരുണ്ടായിരുന്നു. അവരിങ്ങനെ ഇടയ്ക്ക് അങ്ങാടി കൂടെ അങ്ങനെ പോയി കറങ്ങി വരും. എന്തിനെന്നറിയോ? കാണുന്നവരോട് സലാം പറയണം, ഈ ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടെ. ഇതാണ് ലക്ഷ്യം. യാത്രയിൽ പലരെയും കാണും, അങ്ങാടിയിൽ പല കച്ചവടക്കാരുണ്ടാകും, പല വസ്തുക്കൾ വാങ്ങാൻ വന്നവരുണ്ടാകും, പലതും വിൽക്കാൻ വന്നവരുണ്ടാകും. ഒരുപാട് മുഅ്മിനീങ്ങളെ കാണാൻ കഴിയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, പറ്റുന്നവരുടെയൊക്കെ കൈപിടിച്ച് ഒന്ന് സലാം പറയാലോ, ഈ ഒരു ലക്ഷ്യത്തോടു കൂടെ മാത്രമായി അങ്ങാടിയിൽ പോയിരുന്ന സഹാബിമാരുണ്ടായിരുന്നു. നിസാരക്കാരല്ല മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ചില്ലറക്കാരനല്ല, മുത്തബിഉസ് സുന്ന, ഹബീബായ നബി തങ്ങളുടെ എല്ലാ ചര്യകളെയും പരമാവധി അങ്ങനെ തന്നെ ഇത്തിബായി ചെയ്ത സഹാബിയാ, മഹാനായ സഹാബിയാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. ബഹുമാനപ്പെട്ട തുഫൈൽ എന്നവർ പറയുകയാണ്, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് തുഫൈൽ. അന്നഹു കാന യഅതി അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഫയഗ്ദു മഅഹു ഇല സൂഖ്. തുഫൈൽ എന്നവർ
ഇടയ്ക്കിടെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയുടെ കൂടെ അങ്ങാടിയിലേക്ക് പോകും. ഖാല, ഈ തുഫൈൽ എന്നവർ പറയുകയാണ്, ഫഇദാ ഗദൗനാ ഇലസ്സൂഖ്, അങ്ങനെ ഞങ്ങൾ അങ്ങാടിയിലെത്തിയാൽ ലം യമുറ അബ്ദുല്ലാഹ് അലാ സഖാത്തിൻ വലാ സാഹിബ ബൈഅത്തിൻ വലാ മിസ്കീനിൻ വലാ അഹദിൻ ഇല്ലാ സല്ലമ അലൈഹി. പല കച്ചവടക്കാരുടെ അടുത്തും പോകും, പല വിൽപ്പനക്കാരുടെ അടുത്തും പോകും, പല മിസ്കീന്മാരുടെ അടുത്തും പോകും, കാണുന്നവരടുത്തൊക്കെ അങ്ങനെ പോകും. ആരടുത്ത് ചെന്നാലും സലാം പറയും. അങ്ങനെ ഇതൊരു പതിവാണ്. ഇത് ഇബ്നു ഉമർ തങ്ങളുടെ ഒരു പതിവാണ്. ഒരിക്കൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല ഇബ്നു ഉമർ തങ്ങളെ, എന്താ നിങ്ങളെ കഥ? മാ തസ്നഉ ബിസ്സൂഖ്, അല്ല ഇബ്നു ഉമർ തങ്ങളെ, എന്തിനാ നിങ്ങളിങ്ങനെ അങ്ങാടിയിലേക്ക് പോകുന്നത്? എന്തിനാ നിങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ അങ്ങാടിയിലേക്ക് പോകുന്നത്? വഅൻതലാ തഖിഫു അലൽ ബൈഇ വലാ തസ്അലു അനിസ്സിൽഇ വലാ തജ്ലിസു ഫീ മജാലിസിസ്സൂഖ്. നിങ്ങൾ ഒരു വസ്തു വാങ്ങുന്നത് ഞാൻ കാണുന്നില്ല, അങ്ങാടിയിൽ പോയൊന്നും വിൽക്കുന്നതും കാണുന്നില്ല. പല കച്ചവട സംഘങ്ങളുമുണ്ട്, അവരുടെ കൂടെ നിങ്ങൾ ഇരിക്കുന്നത് കാണുന്നില്ല. നിങ്ങളൊരു ചരക്കിനും വില ചോദിക്കുന്നുമില്ല. പിന്നെ എന്തിനാണ് ഈ അങ്ങാടിയിലേക്കുള്ള യാത്ര? എന്താ നിങ്ങളെ ലക്ഷ്യം? അതിന് സഹോദരാ സഹോദരി, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ നൽകിയ മറുപടി ഇതാ, ഇന്നമാ നഗ്ദു മിൻ അജലിസ്സലാം. ഇത് ശ്രദ്ധിക്കണം. ഇന്നമാ നഗ്ദു മിൻ അജലിസ്സലാം വനുസല്ലിമു അലാ മൻ ലഖീനാ. നമ്മൾ പോകുന്നത് സലാമിന്റെ കാരണത്താലാണ്. അല്ല തുഫൈലെ, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? നമ്മുടെ ഈ യാത്രയിൽ എത്ര ആളുകളെ നമ്മൾ കണ്ടുമുട്ടുന്നു, എത്ര ആളുകളോട് സലാം പറയാൻ നമുക്ക് അവസരം കിട്ടുന്നു. ഒരു മുഅ്മിനിന് വേണ്ടി ദുആ ചെയ്യലാണ് സലാം പറയൽ. എത്ര മുഅ്മിനീങ്ങൾ അത് മടക്കുന്നു. അപ്പോൾ എത്ര മുഅ്മിനീങ്ങളുടെ സലാമാണ് നമുക്ക് കിട്ടുന്നത്. അല്ലാഹുവേ, റബ്ബുൽ ഇസ്സത്ത് കബൂലാക്കുമാറാവട്ടെ.